ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നൊരു മെസ്സേജാണ്, ഒരു ചേച്ചി അയച്ച മെസ്സേജാണ്. ആ അയച്ച മെസ്സേജ് ഇതാണ്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പൂർണ്ണതയിലോട്ട് എത്താൻ പറ്റുന്നില്ല. അതേപോലെ കൺസിസ്റ്റൻസി ദിവസവും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണിത് എന്ന് ഈ ഒരു ചോദ്യം ആ ചേച്ചി മാത്രമല്ല, ഇതിനു മുന്നേ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം ഇനി വരും, ഇനിയുള്ള കുറച്ച് വീഡിയോസ് കഴിയുമ്പോൾ വരും എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. അതേപോലെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബേസ് തുടങ്ങി നിങ്ങൾക്ക് എനിക്കറിയാവുന്ന മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന്. എനിക്കറിയാവുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ പൂർണ്ണത എത്തിയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കും പൂർണ്ണത എത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. കാരണം അത്രത്തോളം ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. ആരെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, അങ്ങനെ ഒരു സംഭവം നടക്കാൻ ഒരിക്കലും പോകുന്നില്ല. കാരണം അത്രയ്ക്കുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ. സ്പിരിച്വാലിറ്റി ആയാലും മെഡിറ്റേഷൻ ആയാലും അത്രത്തോളം ഉണ്ട്. അത്രത്തോളം ഒരു വലിയൊരു മഹാസാഗരം തന്നെയാണ്. അതിനകത്ത് ഈ സിനിമയിൽ പറഞ്ഞ പോലെ നീന്തി കളിക്കുന്ന ഒരു കുഞ്ഞി പരൽമീൻ മാത്രമാണ് ഞാൻ. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാകും. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ പഠിച്ച കാര്യങ്ങളും എനിക്ക് കിട്ടിയ അറിവുകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ എത്രത്തോളം ശരിയാവണം, എത്രത്തോളം തെറ്റാവണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ ക്ഷമിക്കുന്നു. കാരണം ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ആ പ്രശ്നം എന്താണ്, അതായത് ഈ കൺസിസ്റ്റൻസിയും ഈ പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥന ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ വരുത്തുന്നുണ്ടാവും. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാണിക് എനർജിയുടെ റിലേറ്റഡ് ആയിട്ടാണ്. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇതിനകത്തേ കൂടി ഏറ്റവും കൂടുതൽ പോകുന്ന സംഭവം ഈ പ്രാണിക് എനർജിയാണ്. ഈ പ്രാണിക് എനർജിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 7 ചക്രാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 7 ചക്രാസ് എന്ന് പറയുന്നത് ഒരു എനർജി പോയിൻറ്റ്സ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഈ എനർജി പോയിൻറ്റ്സ് ആണ് ഈ 7 ചക്രാസ്. ചക്രാസിനെ പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മെഡിറ്റേഷനും, അതേപോലെ മാനിഫെസ്റ്റേഷനും, പിന്നെ അതേപോലെ പ്രാർത്ഥനയും, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോസ് കാണാൻ പറ്റും. ഇനി എന്താ പ്രശ്നമുണ്ടാവാനുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ പറയുന്ന പ്രാണിക് എനർജിയാണ്. പ്രാണിക് എനർജി എന്ന് പറയുന്നത് അതായത് പ്രാണവായു. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കുന്നതിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കുള്ളൂ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളിലേക്ക് പ്രശ്നങ്ങൾ. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പഠിക്കണം. സാധാരണ ഒരു മനുഷ്യൻ, അതായത് നോർമൽ ഒരു മനുഷ്യൻ, അവനോ അവളോ യൂസ് ചെയ്യുന്ന ശ്വാസത്തിൻ്റെ 30% മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% വേസ്റ്റ് ചെയ്യണതാണ്. പക്ഷേ ഒരു യോഗി അല്ലെങ്കിൽ ഒരു കായികം അഭ്യസിക്കുന്ന ആൾ ഓൾമോസ്റ്റ് 70-80% അവരുടെ ബ്രീത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വാസം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ലെവലിലോട്ട് എത്തണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ആ ഒരു ഹയർ ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടിത്തുടങ്ങുള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ കിട്ടാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ശ്വാസം മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ആമ 1 മിനിറ്റിൽ എടുക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് വിരലെണ്ണാവുന്നതിനേക്കാളും താഴെയുള്ള ശ്വാസമാണ്. അതായത് കയ്യിൻ്റെ വിരലെണ്ണാവുന്ന താഴേക്കാളുള്ള ശ്വാസമാണ്. അല്ലാണ്ട് ശ്വാസം എടുക്കുന്നില്ലെന്നല്ല പറയുന്നത്. ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷേ തീരെ കുറവാണ്. പക്ഷേ ആ സമയം ഒരു പട്ടി, ഏറ്റവും കൂടുതൽ ശ്വാസം എടുക്കുന്ന ഒരു ജീവികളിലൊന്നാണ് പട്ടി. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആയുസിനകത്താണ്. ഒരു ആമയുടെ ആയുസ് എന്ന് പറയുന്നത് 200 കൊല്ലത്തിനും തുടങ്ങി 2000 കൊല്ലം വരെയൊക്കെയാണ്. പക്ഷേ ഒരു പട്ടിയുടെ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആയുസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇവരെടുക്കുന്ന ശ്വാസം, ആ ശ്വാസമാണ് ഈ പറയുന്ന നമ്മുടെ ഊർജ്ജം. എത്രത്തോളം നമ്മൾ ശ്വാസം എടുക്കുന്നു, എത്രത്തോളം നമ്മൾ ശ്വാസം വിടുന്നു, അത്രത്തോളം ഊർജ്ജം നമ്മുടെ ബോഡിയിൽ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക.
ഇനി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. യോഗീസിലൊക്കെ പറയണ പോലെ ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. എനിക്കറിയാവുന്ന 3 ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് തൊറാസിക് ബ്രീത്തിങ്. തൊറാസിക് ബ്രീത്തിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രീത്തിങ് ആണ്. കാരണം നിങ്ങളിപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതും തൊറാസിക് ബ്രീത്തിങ് ആണ്. പക്ഷേ തൊറാസിക് ബ്രീത്തിങ് ഫുള്ളി അല്ല നിങ്ങൾ എടുക്കുന്നത് മാത്രം. തൊറാസിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ പരമാവധി ശ്വാസം എടുക്കുക. ഇതാണ് തൊറാസിക് ബ്രീത്തിങ്. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് പരമാവധി വികസിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശ്വാസം വിടുക. ഇനി ബ്രീത്തിങ് നമുക്ക് 4 ടെക്നിക്ക് യൂസ് ചെയ്യാം. 4 ടെക്നിക്ക് എന്ന് പറയുന്നത് 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. അതായത് 4 സെക്കൻഡ് ഇപ്പോൾ ശ്വാസം ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം 4 സെക്കൻഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ ശ്വാസം. അതിനുശേഷം 4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ശ്വാസം വിടുന്നത്. ആ 4 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ആ എടുത്ത 4 സെക്കൻഡിലെ ശ്വാസം വിട്ട് കളയുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നിർത്തുക. ശ്വാസം മൊത്തം തീർന്നതിന് ശേഷം നമ്മൾ നിൽക്കും. അതിന് അടുത്തൊരു 4 സെക്കൻഡിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ശ്വാസം എടുക്കാൻ പാടുള്ളൂ. അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂസിങ് ആകുന്നില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എടുക്കുന്ന ശ്വാസം 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ആ എടുക്കുന്ന ശ്വാസം 4 സെക്കൻഡ് കൊണ്ട് എടുക്കുകയും വേണം. അതിനുശേഷം 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 4 സെക്കൻഡ് കൊണ്ട് എടുത്ത ശ്വാസം മൊത്തം എടുത്ത് കളയുക. അതിനുശേഷം അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുന്നേ 4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ശ്വാസം എടുക്കുക. ഇതാണ് 4 ടെക്നിക് ബ്രീത്തിങ്. ഇത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന തൊറാസിക് ബ്രീത്തിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതാണ് തൊറാസിക് ബ്രീത്തിങ്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ബ്രീത്തിങ് അല്ല. നമുക്ക് വേണ്ടത് യോഗിക് ബ്രീത്തിങ് ആണ്. യോഗിക് ബ്രീത്തിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ രണ്ടാമത്തെ ബ്രീത്തിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടാമത്തെ ബ്രീത്തിങ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അബ്ഡോമൻ എന്ന് പറയുന്നത് വയറിലോട്ടുള്ള ശ്വാസം. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എടുത്തതിന് ശേഷം വയറ് വീർപ്പിക്കുക. നമ്മുടെ വയറ് വീർപ്പിച്ച് വെക്കുക. ഓക്കെ, അതായത് 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുന്നു. ആ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ആ വയറ് വീർപ്പിക്കുക. അതിനുശേഷം 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം വിടുമ്പോൾ നമ്മുടെ വയറ് ചുരുക്കുക, ഉള്ളിലോട്ട് ചുരുക്കുക. ഓക്കെ, അതിനുശേഷം ആ ചുരുക്കിയ വയറ് 4 സെക്കൻഡ് എടുത്തതിന് ശേഷം അടുത്ത ശ്വാസം എടുക്കുമ്പോൾ വീണ്ടും വയറ് വീർപ്പിക്കുക. ഇതാണ് അബ്ഡോമിനൽ ബ്രീത്തിങ്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്യേണ്ട ബ്രീത്തിങ് എന്ന് പറയുന്നത് യോഗിക് ബ്രീത്തിങ് ആണ്. യോഗിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന തൊറാസിക് ബ്രീത്തിങ്ങും അബ്ഡോമിനൽ ബ്രീത്തിങ്ങും ഒരുമിച്ച് അറ്റ് എ ടൈം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന യോഗിക് ബ്രീത്തിങ് ആവുന്നത്. യോഗിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ വയറ്, അതിനുശേഷം നമ്മുടെ നെഞ്ച് വികസിപ്പിക്കും. എന്നിട്ട് വികസിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഷോൾഡറും പയ്യെ പൊങ്ങും. നമ്മുടെ ഈ ചെസ്റ്റ്, ഈ പോലീസുകാർ അളവെടുക്കാൻ പോകുമ്പോൾ വീർപ്പിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിയുണ്ട്. അതേപോലെ നമ്മുടെ ഷോൾഡറും പൊങ്ങും. അതിന് നമ്മൾ ശ്വാസം വിടുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറും പയ്യെ താഴും, ഇതേപോലെ താഴും. ഓക്കെ, ഇതാണ് യോഗിക് ബ്രീത്തിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒറ്റയടിക്ക് ദിവസം ചെയ്യാൻ നോക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊറാസിക് ബ്രീത്തിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരു 10-11 ദിവസം കൊണ്ട് നിങ്ങൾ തൊറാസിക് ബ്രീത്തിങ് പഠിച്ചെടുക്കുക. ഈ പറയുന്ന 4 ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തൊറാസിക് ബ്രീത്തിങ്സ് സായുജ്യമാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലോട്ട് പോവുക. കുറച്ച് നാൾ ഈ പറയുന്ന പോലെ അടുത്തൊരു 11 ദിവസം നിങ്ങൾ ഈ പറയുന്ന അബ്ഡോമിനൽ ബ്രീത്തിങ്ങും നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ യോഗിക് ബ്രീത്തിങ്ങിലോട്ട് പോവുക. ഓക്കെ, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ബ്രീത്തിങ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് കപാലവൃഷ്ടി എന്നൊക്കെ പറയുന്നത്, അതായത് സ്കൾ ഷൈനിങ് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബ്രീത്തിങ് ടെക്നിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് കിട്ടിത്തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിയ ബക്കറ്റ് പോലെ ഇരിക്കുള്ളൂ. നമ്മളീ പറയുന്ന ഊർജ്ജത്തെ എടുക്കുന്നുണ്ട്, പക്ഷേ ആ ഊർജ്ജം വരുന്ന സ്പീഡിൽ തന്നെ താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ ഊർജ്ജത്തെ നിലനിർത്താൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ
വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറ്റബോധം എന്ന് പറയുന്ന സാധനം അശേഷം പാടില്ല. കാരണം കുറ്റബോധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ റിഗ്രഷൻ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. കുറ്റബോധം ഇല്ലാണ്ടാക്കാൻ നോക്കുക. എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾക്കത് ശരി തന്നെയാണ്. കാരണം തെറ്റും ശരികളും മനുഷ്യന്മാരാണ് ഉണ്ടാക്കിയത്. ദൈവങ്ങളോ അല്ലെങ്കിൽ വേറെ ആരോ തെറ്റും ശരികളോ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റും ശരി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതേപോലത്തെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ DM ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.